ഹലോ, ഇന്നത്തെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഷോപ്പിൽ പോയപ്പോഴല്ല, ഒരു മാളിൽ കയറിയപ്പോൾ അതിൽ ക്ലീനിങ് സെക്ഷനിൽ ഒരു ചേച്ചി ബാത്റൂമിൻ്റെ ആ ഭാഗമൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്ത് പോയ ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്തൊരു 10-16 വയസ്സ് പ്രായമായ ഒരു പെൺകുട്ടി അവളെന്തോ ചെയ്ത ഒരു പേപ്പർ ആ നിലത്തിട്ട് പോയി. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കുട്ടി കണ്ടതാണ്. എന്നിട്ട് ആ വേസ്റ്റ് പേപ്പർ വെറും നിലത്തവിടെ ഇട്ടു. വേസ്റ്റ് ബിന്നൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ആ കുട്ടി അതവിടെ നിലത്തിട്ട് പോയി. അപ്പോൾ ഈ ക്ലീൻ ചെയ്ത ചേച്ചി പറഞ്ഞു ആ കുട്ടിയോട്, അത് എടുത്ത് ആ വേസ്റ്റ് ബിന്നിലിട്ടോ മോളെ എന്ന് പറഞ്ഞു. അവളത് നേരെ വന്ന് അവളുടെ രക്ഷിതാക്കളോട് പറഞ്ഞു. ആ ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ചീത്ത രീതിയിലാക്കി പറഞ്ഞിട്ട് പോയി പറഞ്ഞു. അങ്ങനെ ആ രക്ഷിതാക്കൾ തിരിച്ചു വന്നിട്ട് ആ ചേച്ചീനെ ചീത്ത അറിഞ്ഞിട്ട് അപ്പോൾ ഈ ചേച്ചിക്കൊരു പേടി. കാരണം മാളിലത്തെ ആൾക്കാർ അവരേനെ വല്ലതും പറഞ്ഞാലോ, മാളിലത്തെ ആളുകൾ, അത് കാരണം ആ ചേച്ചിക്കൊരു പേടി. അപ്പോൾ ചേച്ചി തന്നെ അതെടുത്തിട്ട് വേസ്റ്റ് ബിന്നിലിട്ടു. അപ്പോൾ ഞാനെന്താ പറയണമെന്ന് വെച്ചാൽ, ഏത് രക്ഷിതാക്കളും എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അത് നമ്മളുടെ മക്കളുടെ കയ്യിൽ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് അവരെ ചൂണ്ടിക്കാണിച്ച് അവരെ നല്ലതിലേക്ക് കൊണ്ടുവരാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മളുടെ മക്കൾ തന്നെ നാശമായി പോവുക. അപ്പോൾ ആ കുട്ടി വിചാരിക്കും എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ എൻ്റെ സൈഡാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ സൈഡാണ്, അപ്പോൾ ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് ആ കുട്ടിക്ക് തോന്നും. ആ കുട്ടി ചെറുതിലേ തന്നെ ശീലിക്കേണ്ട ഒരു ശീലമാണ് അവർ വേസ്റ്റ് ബോക്സിൽ ഇടണം എന്നുള്ളത്. ആ കുട്ടി ശീലിക്കേണ്ട ഒരു സ്വഭാവമാണ്, ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഭാഗമല്ലേ അത്. അപ്പോൾ അതിന് രക്ഷിതാക്കൾ ആ ചീത്ത കാര്യത്തിന് എന്താ പറയുക, കൊടപിടിക്കുകയല്ല വേണ്ടത്. അവർ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വേണ്ടത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. എങ്ങനെ ചെയ്യണത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കേട്ടപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമായി. അപ്പോൾ ഞാനായാലും നിങ്ങളായാലും നമ്മളുടെ ആരുടെയും മക്കളെ എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് അപ്പം തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് അവരെ നല്ലതിലേക്ക് വരുത്തുക. അതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. സമൂഹത്തിലൊരു നല്ല പിള്ളേരായിട്ട് വളരേണ്ടതാണ് അവർ. അപ്പോൾ സമൂഹത്തിലെ എല്ലാ നന്മകളും അവർ അറിഞ്ഞിരിക്കണം. നന്മയും തിന്മയൊക്കെ അറിഞ്ഞിരിക്കണം. അത് രണ്ടും വേർതിരിച്ചെടുക്കാനുള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് നമ്മൾ രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, ആ സ്ത്രീ കാര്യം എന്തായാലും പാവം. ആ സ്ത്രീക്ക് ഇങ്ങനൊരു ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ്. അവർക്ക് ഇങ്ങനെ ജോലി ചെയ്ത് ഏത് ജോലിക്കായാലും അതിൻ്റേതായിട്ടുള്ള അഭിമാനങ്ങളുണ്ട്. ഏത് ജോലി ചെയ്യുന്ന ആൾക്കും അഭിമാനത്തോടു കൂടി തന്നെ അവർ ആ ജോലി ചെയ്യുന്നുണ്ടാവും. അവരെ തരം താത്തി കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അവർ തുടച്ചു പോയ സ്ഥലമാണത്. അപ്പോൾ ആ കുട്ടിക്ക് അത് അതിലേക്ക് ഇടുക വേണ്ടു. അപ്പോൾ അവരൊന്നുകൂടി തുടച്ചോട്ടേന്നോ എന്തോ ആ കുട്ടി വിചാരിച്ചെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ചെയ്തത് തെറ്റാണ്. ആ കുട്ടി ചെയ്തത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഞാൻ ആ സ്ത്രീയുടെ ഭാഗത്ത് നിൽക്കുന്നു. ക്ലീനിങ് സെക്ഷനിലെ ആ ചേച്ചിയുടെ ഭാഗത്ത് തന്നെ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. നിങ്ങൾക്കും അഭിപ്രായം പറയാമല്ലോ. ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ പ്രതികരിക്കാണ്ടിരിക്കുമോ? ഇല്ലല്ലോ. അപ്പം ഞാൻ ആ കുട്ടി പറഞ്ഞത് വളരെ മോശമായ രീതിയാണെന്നുള്ളത് ഒരു അഭിപ്രായം ഞാനും പറയും. അപ്പോൾ ഇന്നിപ്പോൾ അത് കണ്ടപ്പോൾ അതൊരു വീഡിയോ ആക്കി വിടണമെന്ന് തോന്നി. അപ്പോൾ വന്നു, അത്രമാത്രം. ഓക്കെ.